ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് നാം ഒരുമിച്ച് കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൃപ മൂലം രൂപാന്തരപ്പെട്ടു. അതിനാധാരമാക്കി ദൈവത്തിന്റെ വചനത്തിൽ നിന്നൊരു വാക്യം വായിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 2 കൊരിന്തി 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നതുവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു തിരുവചനം പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കൃപ മൂലം രൂപാന്തരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് എത്രമാത്രം അളന്നാൽ അളക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് ഈ സമയം വരെയും ദൈവം നമ്മെ നടത്തി. അതും ദൈവത്തിന്റെ കൃപയാണ്. നമ്മുടെ കഴിവോ നമ്മുടെ സാമർഥ്യമോ നമുക്കുള്ളതായ യാതൊരു വിധമാകുന്ന ഒന്നും കൊണ്ടല്ല നാം ഇന്ന് വരെയും ആയിത്തീർന്നിരിക്കുന്നത്. ഒന്ന് ദൈവത്തിന്റെ കൃപ മൂലമാണ്. ദൈവത്തിന്റെ കൃപ മൂലമാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷ എന്നുള്ളത് അതിന്റെ അർത്ഥം ശിക്ഷയിൽ നിന്നുള്ള ഒരു വിടുതൽ. ലോകത്തിന്റെ ശിക്ഷയിൽ നിന്നും ലോകത്തിന്റെ പാപത്തിൽ നിന്നും ദൈവം നമ്മെ വീണ്ടെടുത്തത് ദൈവത്തിന്റെ കൃപയാലാണ്, ദൈവത്തിന്റെ സ്നേഹത്താലാണ്. ആ ക്രൂശിലെ ആഴമേറിയ സ്നേഹം നമ്മുടെ മേൽ ഉള്ളത് കൊണ്ടാണ്, ക്രൂശിലെ സ്നേഹം നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഈ ഭൂമിയിൽ നമുക്ക് നിലകൊള്ളുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് എപ്പോഴും നാം ക്രിസ്തുവിനായിട്ടുള്ള ആ ബന്ധം നാം മുറുകെ പിടിച്ചുകൊണ്ട് ഈ മരുഭൂപ്രയാണ യാത്ര നമുക്ക് തുടരാം. നാം ഒരു കണ്ണാടിയിൽ നോക്കുന്നത് പോലെ തന്നെ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ ദിനം പ്രതി നോക്കണം. പലപ്പോഴും നാം കണ്ണാടിയിൽ നോക്കുന്നത് നമ്മുടെ ശരീരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തെ വിരൂപങ്ങളെയോ മറ്റെന്തെങ്കിലും ദൈവത്തിന് സ്തോത്രം നമ്മുടെ മുഖത്ത് പിറണ്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നത് നമ്മൾ സാധാരണ കണ്ണാടിയിലാണ്. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കുറവുകളെ നമുക്ക് ആ കണ്ണാടിയിൽ കൂടെ കാണാം. ആ കണ്ണാടിയിൽ നോക്കി നമ്മുടെ കുറവുകളെ മാറ്റുന്നത് പോലെ നാം എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു കണ്ണാടി പോലെ നോക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും ക്രിസ്തുവിനെ നോക്കുന്നുവെങ്കിൽ നിന്റെ വിശ്വാസ ജീവിതം ദൈവത്തിന് സ്തോത്രം ഉറപ്പിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരം പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. എന്തിനു വേണ്ടിയാണ്? ആ കണ്ണാടിയിൽ നോക്കുന്നത് പോലെ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കുമ്പോൾ അല്ല ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ കുറവുകൾ, നമ്മുടെ ജീവിതത്തിൽ വന്നതായ കുറവശങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതം നമുക്കൊന്ന് ക്രമീകരിക്കുവാൻ കഴിയും. അപ്പോൾ ഒരു ആത്മീയ കണ്ണാടിയിലേക്ക് നാം ആകർഷിക്കപ്പെടും. ആ ആകർഷിക്കപ്പെടുന്നത് അത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നു, നമ്മുടെ കുറവുകളെ കാണുന്നു, നമ്മളെ ബലപ്പെടുത്തുന്നു, നമ്മളെ ആശ്വസിപ്പിക്കുന്നു. നമുക്ക് അടിപ്പിണരാലുള്ള സൗഖ്യം ദൈവവചനത്തിൽ കൂടെ നൽകുന്നു. അതുകൊണ്ട് ദൈവവചനമാകുന്ന കണ്ണാടിയിൽ ദിനം പ്രതി നോക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ രക്ഷയുണ്ട്. അവർക്കാണ് ദൈവത്തിന്റെ കൃപ ദൈവം പകരുന്നത്. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മനസ്സുകളെ പുതുക്കുക. ഓരോ ദിവസവും നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുക. നമ്മുടെ ഇരിപ്പിലെ, നിൽപ്പിലെ, കിടപ്പിലെ, നമ്മുടെ സംസാരത്തിലെ, നമ്മുടെ നോട്ടത്തിലെ, വാക്കിലെ ഇതൊക്കെയും നാം പുതുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഈ ലോകത്തിന് നാം ഒരിക്കലും അനുരൂപരാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ നോക്കി ഇറങ്ങിയ ദൈവത്തിന് സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ഒരു നല്ല മനസ്സിന്റെ ഉടമയാണെങ്കിൽ, ദൈവ കൽപ്പനയുടെ ഉടമയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഈ ലോകത്തിന് നാം ഒരിക്കലും അനുരൂപരാകത്തില്ല. അവർക്ക് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം അവർക്ക് തിരിച്ചറിയുവാൻ കഴിയും. റോമാലേഖനം 12-ന്റെ 2-ാം വാക്യത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നു, നന്മയും പ്രസാദവും
പൂർണ്ണതയുമുള്ള ദൈവഹിതം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അപ്പോൾ ദൈവഹിതത്തെ, ദൈവത്തിന്റെ ആലോചനയെ നമുക്ക് അത് തിരിച്ചറിയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മളെ സൃഷ്ടിച്ചവനായിരിക്കുന്ന, നമ്മളെ വീണ്ടെടുത്തവനായിരിക്കുന്ന നമ്മുടെ കർത്താവിനെ നോക്കിക്കൊണ്ട് ഈ മരുപ്രയാണ യാത്ര തുടരുന്നുവെങ്കിൽ ദൈവം നമ്മെ അന്ത്യത്തോളം അവിടുന്ന് വഴി നടത്തും. നമ്മെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുമ്പോൾ, സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ ദൈവം വലിയൊരു ഉടമ്പടി സ്ഥാപിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ഉടമ്പടി എന്ന് പറയുന്നത് തന്റെ ജനത്തെ, ദൈവത്തിന് സ്തോത്രം, രക്ഷയുടെ അനുഭവത്തിലേക്ക്, അവരെ പാപങ്ങളെ മോചിച്ചുകൊണ്ട് അവർ നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ വരുവാൻ ദൈവം ഒരു ഉടമ്പടി എടുക്കുവാൻ ഇടയായി തീർന്നു. അത് പുതിയൊരു ഉടമ്പടിയായിരുന്നു. അത് മികച്ചതായിരിക്കുന്ന ഒരു ഉടമ്പടിയായിരുന്നു. പാപത്തിൽ കിടന്ന മനുഷ്യനെ ദൈവം വിലയ്ക്ക് വാങ്ങിയത്, അവന്റെ ചങ്കിലെ രക്തത്താൽ അവൻ അത് വിലയ്ക്ക് വാങ്ങി. തന്റെ ജനത്തെ ഭാഷയിൽ നിന്നും, ഗോത്രത്തിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും ദൈവം നമ്മെ വിലക്കെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ആ സൃഷ്ടാവിന്റെ കരങ്ങളിൽ, സൃഷ്ടി ദൈവത്തിന് സ്തോത്രം എപ്പോഴും അവന്റെ കരങ്ങളിൽ ആയിരിക്കണം. ദൈവവചനമാകുന്ന കണ്ണാടിയിൽ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ദൈവമക്കളാണെന്ന് ഒരു ഉറപ്പ് വരുത്തുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. കാരണം ഞാൻ എന്റെ ജീവിതം ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. എന്റെ കുറവുകളെ ഞാൻ പലപ്പോഴും ഏറ്റുപറയുന്നവനാണ്. ഞാൻ വചനമാകുന്ന കണ്ണാടിയിൽ എന്റെ കുറവുകളെ കാണും. അപ്പോൾ അവർക്ക് മാത്രമേ ദൈവമക്കളാകുവാൻ ഒരു ഉറപ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുന്നു, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നതും ക്രിസ്തുവിന് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ കൃപ എനിക്ക് ഈ ലോകത്തിൽ ജീവിപ്പാൻ എനിക്കത് മതി. പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ദൈവകൃപയില്ലാതെ പ്രത്യേകിച്ചും ഒരു ദൈവമക്കൾക്ക് ഒരു ചുവട് പോലും മുൻപോട്ട് വെക്കുവാൻ കഴിയുകയില്ല. ആയതിനാൽ ദൈവകൃപ ഈ പ്രാവശ്യം നമുക്ക് സ്തോത്രം ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിച്ചെടുക്കാം. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു. ഇവിടെ പറയുന്നു, പ്രാകൃത മൂടുപടം മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. പ്രാകൃത മൂടുപടം മാറിപ്പോകുമ്പോൾ ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിക്കുവാനിടയായി തീരും. അപ്പോൾ ദൈവത്തിന്റെ തേജസ് നമ്മൾ മേൽ ഉദിക്കണമെങ്കിൽ ലോകം വിടണം, പാപം വിടണം, ജഡിക സുഖങ്ങൾ വിടണം. ദൈവത്തിന് സ്തോത്രം. എല്ലാം വിട്ടിട്ട് ആ പ്രാകൃത മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ തേജസ് പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. പ്രിയ മക്കളെ, ഇന്ന് പകൽക്കാലം പ്രാകൃത ജഡം, പ്രാകൃത മൂടുപടം നമ്മുടെ മേലുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ദൈവത്തിന്റെ തേജസ്സിനെ നമുക്ക് ഈ പ്രാവശ്യം പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപ എപ്പോഴും അന്ത്യം വരെയും നിങ്ങളുടെ മേൽ എപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ കേട്ട വചനത്തിനു മുമ്പിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്നതായ സ്വർഗത്തിലെ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ചതായിരിക്കുന്ന ആ നല്ല തിരുവചനത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ ലോക മനുഷ്യരല്ല കർത്താവെ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഞങ്ങളുടെ ഈ പ്രാകൃത മനുഷ്യനെ മാറ്റിയിട്ട്, പ്രാകൃത മൂടുപടം മാറ്റിയിട്ട് ദൈവ തേജസ് അണിഞ്ഞവരായി കർത്താവെ, നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതായ ഒരു കൂട്ടം ജനമായി തീരുവാൻ നീ ഞങ്ങളെ ഒരുക്കണം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ പ്രഭാതത്തിൽ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.